ആടുകൾക്കു വേണ്ടി ജീവനെ വെടിഞ്ഞതാം ദേവാട്ടിൻകുട്ടിയെ നിനക്കാനന്ദവന്ദനം. ദേവാട്ടിൻകുട്ടിയെ നിനക്കാനന്ദവന്ദനം. കാടുനീളെ ഓടിയാടലോടുഴന്നിടും കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം. കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം. താതപുത്രനാത്മനാം ത്രിയേക ദൈവമേ സർവാത്മനാ നിനക്കാനന്ദ കീർത്തനം സദാ. സർവാത്മനാ നിനക്കാനന്ദ കീർത്തനം സദാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപടം ചേർന്നിരിപ്പാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണർന്നു കർത്താവിൻ്റെ പാദപടത്തിൽ സുബോധത്തോടും ആരോഗ്യത്തോടും കൃപയോടും ഇരുത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 അപ്പാ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ ദാനമായി നൽകിത്തരേണ്ടതിനായി എടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരിക. ഞങ്ങളുള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി നൽകും. ഞങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും, ഞങ്ങളെ സഹായിക്കും. അതോർത്ത് ഞങ്ങൾ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പഠിക്കുന്ന മക്കളെ സഹായിക്കണമേ, ജോലിയിലായിരിക്കുന്ന മക്കളെ കാത്തോണേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെയൊക്കെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനം പരിസരമെല്ലാം കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യാത്രകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്കുള്ളതിനെയും ഉള്ളവരെയും എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ എല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പറിശ്യാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്ന ജീവനും ഭക്തിക്കും വേണ്ടുന്നതെന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം. ഇന്ന് വരെ ജയത്തോടെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും ഞങ്ങളെ കരുതുന്ന ദൈവം അവിടുന്ന് ആകിയാൽ നന്ദി പറയുക കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പോൾ അവർക്ക് നല്ല ആലോചനയും ബുദ്ധിയും അപ്പച്ചം കൊടുക്കണം, ഉത്തരവാദിത്വം കൊടുക്കണം, ഉത്സാഹം കൊടുക്കണം. പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി കൊടുക്കണം. അവർ കർത്താവെ, ദൈവമായ കർത്താവെ, നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഇടയാക്കുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട വഴിയും വാതിലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കണം. വലിയ ജയത്തോടെ അവരെ നടത്തിക്കാട്ടപ്പ. പൊന്നുകാരൻ ചേർത്ത് പിടിച്ചോണേ, ഹരിദാസത്തിനൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിതിരുതില്ല പഠനത്തിനും ജോലിക്കുമായി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ്. അപ്പൻ്റെ കരവലയത്തിനുള്ളിൽ എല്ലാ മക്കളെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് കാത്തോണേ. സൗഖ്യത്തോടും സമാധാനത്തോടും അനുഗ്രഹിച്ച് നടത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഇതുവരെ സമാധാനം അനുഭവിക്കാത്ത ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം സകല മുഖാന്തരവും അപ്പച്ചനും ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ച് അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അടിയങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവമേ, അവരുടെ ആവശ്യം ആഗ്രഹം എന്തായിരുന്നാലും സ്വർഗം സഹായിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കണമേ കർത്താവേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തവരെ സമാധാനത്തോടും സൗഖ്യത്തോടും സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഒത്തൊരുമിച്ച് ജീവിപ്പാനുള്ള ദൈവകൃപയും അനുഗ്രഹവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗവും വാഴ്ത്തി അനുഗ്രഹിക്കണമേ.
ഒന്നിനും കുറവിടാതെ ഓരോ മക്കളെയും കാത്തോണേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കും. ചെറുതും വലുതുമായ ബിസിനസ്സുകളെ കർത്താവ് അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തുകൊള്ളുമാറാകണമേ. എല്ലാം നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ചെയ്യണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പ സ്തോത്രം. ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാൻ തക്കണം ഇടയാക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും വഴി നടത്തിക്കാട്ട് കർത്താവേ. ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. ആകാശം കീറി യാത്ര ചെയ്യുന്നവരെ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരൊക്കെ ഏൽപ്പിക്കുകയാണ്. തമ്പുരാൻ്റെ കരമൊന്ന് ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചസ്ഥാനം എത്തുവോളം കൃപയിൽ മറയ്ക്കണമപ്പാ. ദൈവമേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കും. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കണമപ്പാ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളണമേ കർത്താവേ. ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ സൗഖ്യം അയക്കണമേ ദൈവമേ. സമാധാനത്തിലും സൗഖ്യത്തിലും ആമീൻ മാസന്തിയോളം കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കണം. സുഖപ്രസവം നൽകണം. ഊനമില്ലാത്ത വൈദ്യങ്ങളെ കണ്ട് സന്തോഷിക്കണം. അതിനായി സ്വർഗം ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങൾ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ അവരെ ചൊല്ലി ഭാര്യപ്പെടുന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളൊക്കെ ഉണ്ടപ്പാ. കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസാന്തരത്തിന് അനുഭവത്തിലായിത്തീരട്ടെ. കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ. അതിനായി രൂപാന്തരപ്പെടുത്തണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കണേ അപ്പാ. ഇത് ജൽപ്പനമായി തീരാൻ അനുവദിക്കാതെ സ്വർഗമേ, ധൂപം പോലെ ഈ പ്രാർത്ഥന ശബ്ദം കൈക്കൊള്ളണമേ അപ്പാ. മറുപടിയുമായി ഇറങ്ങണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത തൻ്റെ മക്കൾക്ക് ഭവനം ഒരുക്കണേ അപ്പാ. എൻ്റെ സ്വർഗം തൻ്റെ മക്കളോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക നന്മകളെ കൊടുത്ത് നിറയ്ക്കണമേ. പണികളെയൊക്കെ പൂർത്തീകരിച്ച് ഭവനത്തിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ഹാലലുയ്യ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പുതുവർഷക്കാലം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയുമായി തീരട്ടെ. സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, തൻ്റെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രപ്പാ. മനസ്സലിയണമേ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. എല്ലാ വിഷയത്തിനും പരിഹാരം എൻ്റെ അപ്പൻ്റെ മക്കളാ ഏൽപ്പിച്ചു തരുന്നു. നാഥാ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുകയാണ്. തമ്പുരാനെ, അത്ഭുതത്തിൻ്റെ കരമൊന്ന് നീട്ടിക്കാട്ടെ. വിടുതലിൻ്റെ കരമൊന്ന് നീട്ടിക്കാട്ടെ. സകല തടസ്സങ്ങളും മുടക്കങ്ങളും മാറട്ടെ. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ ദൈവമേ, ഈ എളിയവർ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ യാതനയ്ക്ക് മറഞ്ഞിരിക്കരുതേ അപ്പാ. ഞങ്ങളുടെ പ്രത്യാശയ്ക്കും അംഗം വരുത്തല്ലേ കർത്താവേ. അങ്ങ് അത്ഭുതവാനും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനത്തിൻ്റെ ദൈവമാകിയാൽ ഉപജീവനമാർഗം കാത്തിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അനുഗ്രഹത്തിൻ്റെ ഉറവ തുറന്നു കൊടുത്തവരെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലവറ തുറന്നു കൊടുത്ത് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്ഷീകരിക്കണം. അതിനായി ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളുടെ പേരും കരുണയുടെ കരം നീട്ടണമെന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്നവരുണ്ട്, OIT IELTS പ്രൊമറ്റ് പരീക്ഷയും പഠിക്കുന്ന മക്കൾ, കർത്താവേ, പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ആമേൻ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണം. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമൊന്നും നഷ്ടമായിപ്പാൻ അനുവദിക്കാതെണം. വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിന്തുടരുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. ദൈവമായ കർത്താവേ, വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലുണ്ട്. സ്വർഗം ഓരോ മക്കൾക്കും പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ കൊണ്ടും ദൈവിക സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരികയാണ്. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവർ, കിടക്കകളിലെ ഹല്ലേലൂയ, ICU, CCU, വെന്റിലേറ്ററിൽ, ഭവനങ്ങളിലായിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. അങ്ങയുടെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ.
അപ്പോൾ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവേ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകരം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ കർത്താവേ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ കർത്താവേ, ആസ്മ രോഗികൾ, തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ, അപ്പോൾ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ, അപ്പോൾ പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ താവേ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. തമ്പുരാനെ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങൊന്ന് തൊട്ടാൽ മതി, അങ്ങ് മരുന്നും വൈദ്യനുമാ, ഞങ്ങൾക്ക് സകലത്തിൻ്റെ സകലതുമാ കർത്താവേ. തൻ്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ അനാഥരെ, വിധവകളെ സംരക്ഷിക്കുന്ന ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തിത്തരണമേ കർത്താവേ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ കാത്തുകൊള്ളണമേ കർത്താവേ. ആമേൻ. ശത്രു അവരെ കാണല്ലേ, ദുഷ്ടപിശാചവരെ തുടരുതേ, പൈശാചികമായ പോരുകളിൽ നിന്നൊക്കെ വിട്ടുവിക്കുമാറാകണമേ. ആമേൻ. അന്ധകാര ബന്ധനങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വർഗ്ഗം വരെ മറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ഹാലേലുയ കർത്താവ് ഞങ്ങളുടെ യുവതലമുറകളായി തീരട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഒക്കെ സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാ. സമാധാനത്തോടെ എല്ലാ മക്കളെയും കാത്തോണേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ, എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കേരളത്തോട് മനസ്സലിനെ, ഇന്ത്യ മഹാരാജ്യത്തോട് മനസ്സലിനമേ, ഗൾഫ് നാടുകളോട് മനസ്സലിനമേ, അമേരിക്കൻ ഐക്യനാടിനോട് മനസ്സലിനമേ കർത്താവെ. സ്തോത്രം. ആമേൻ. ഏഷ്യ ഭൂഖണ്ഡത്തോട് മനസ്സലിനമേ. മാനവജനത വാർക്കുന്ന എല്ലായിടങ്ങളിലും കർത്താവിന് വലിയ സാന്നിധ്യം വേണം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, ജലപ്രളയത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. എല്ലാ അനർത്ഥങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. ഞങ്ങൾ ഉണർന്നിരുന്ന് സദാസമയം പ്രാർത്ഥിക്കുന്ന മക്കളാത്തീരുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി അപ്പാ, നന്ദി. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്നാട്ട്. തവി ഭക്ഷണം, വസ്ത്രം തന്നാട്ട്, ആരോഗ്യം ബലവും തന്നാട്ട്, സമാധാനത്തിൽ സൂക്ഷിച്ചാട്ട്, പാപം കൂടാതെ ജീവിപ്പാൻ സഹായിച്ചാട്ട്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.